ഇത് മാംഗ്ലൂർ അഥവാ മംഗലാപൂരാണേ സ്ഥലം. അപ്പോൾ മാംഗ്ലൂർ ട്രാഫിക്കിൽ ഇങ്ങനെ വെട്ടിട്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഒരു ദിവസം ഉച്ച മുതൽ ഏകദേശം സന്ധ്യ വരെ മംഗലാപുരത്ത് നിന്ന് അവിടുന്നും ഇവിടുന്നെല്ലാമായിട്ട് കഴിച്ചത് എന്തൊക്കെയാണെന്നെല്ലാം പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൽ മാംഗ്ലൂരിൽ നിന്ന് എവിടുന്നെല്ലാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടൊരു സ്റ്റോറി ഇട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്തൊരു സ്പോട്ടാണ് ഈ സ്പോട്ട്. പിന്നെ ഈ ഒരു സ്പോട്ട് മംഗലാപുരത്തുള്ള സ്റ്റുഡൻസിൻ്റെയും ഒരു ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ഐറ്റംസ് അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. പിന്നെ കുറച്ച് നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇവിടുത്തെ മിക്ക ഐറ്റംസ് ആയിക്കഴിഞ്ഞാൽ, അതായത് ബർഗർ ആയാലും സാൻഡ്വിച്ച് ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ റോളായാലും റാപ്പായാലും പിന്നെ മറ്റേ ലോഡഡ് ഫ്രൈസ് ആയാലല്ലോ. അങ്ങനെ ഇവിടുത്തെ മെനുവിൽ ശരിക്കും നോക്കിയ ശേഷം അവിടെ കൗണ്ടറിലുള്ള ആളോട് ഞാൻ ചോദിച്ചു ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ കഴിക്കാൻ വരുന്ന ഐറ്റം ഏതാണെന്ന്. അപ്പം ഒരു 3, 4, 5 ഐറ്റംസിൻ്റെ പേര് മൂപ്പര് പറഞ്ഞ് ആ ഐറ്റംസ് എല്ലാം ഞാൻ ഇങ്ങോട്ട് എടുത്തോന്ന് പറഞ്ഞു കേട്ടോ. അതിലെ ആദ്യത്തെ ഐറ്റമാണ് ഇതാ, ഈ കാണുന്ന റോൾ അല്ലെങ്കിൽ റാപ്പ്. ഇതിൻ്റെ പേരാണ് ഡ്രം ബൈറ്റ്സ് എന്ന് പറയും. 2 ഫ്ലേവറിലുള്ള റോളായത്. ടോട്ടിയയിലാണ് ഇത് റാപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ മറ്റേ ചീസ് ബോൾസ് ഇല്ല, അതിങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ വാരി വിതറിയിടും. എന്നിട്ട് അതൊരു ബോക്സിലാക്കിയിട്ട് സെർവ് ചെയ്യും. ആ ബോക്സിൻ്റെ സൈഡിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാകും. പിന്നെ മുക്കാനായിട്ട് മയോണൈസ് ഉണ്ട്. അവരൊരു സിഗ്നേച്ചർ ഡിപ്പും ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് നല്ല നല്ല ഹെവി തന്നെയാണ് കേട്ടോ ഈ സാധനം. ഷവർമയിൽ വരുന്ന ചിക്കൻ ഇല്ലേ, അത് തന്നെയാണ് ഈ റാപ്പിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ സോസിലെല്ലാം വരുന്ന ഒരു മിക്സിങ്, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം. ഒരാൾക്കൊക്കെ കൂളായിട്ട് വയറ് നിറയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റം. അപ്പോൾ അങ്ങനെ ഡ്രം ബൈറ്റ്സ് കഴിച്ച ശേഷം ഒരു റോൾ ഓർഡർ ചെയ്തു. ഇത് ഒരു സാധാരണ ചിക്കൻ റോളാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ഇത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ളൊരു റോളാണെന്നും വേണ്ടെങ്കിൽ ഇതിനെ വിളിക്കാം. കാരണം ഇതിൻ്റെ പേരാണ് ഫയർ ഗൺ റോൾ. ലാസ്റ്റ് ഇതിൻ്റെ മേലെ ചീസെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട ശേഷം അതിൻ്റെ മേലെ ആക്കുന്ന ആ തീ കണ്ട, അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ്. ഷവർമയുടെ ചിക്കൻ തന്നെയാണ് ഇതിനകത്തുള്ള മെയിൻ ഫില്ലിങ്. പിന്നെ ഇത് റാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ റോൾ ചെയ്യുന്നത് റുമാലി റൊട്ടിയിലാണ്. അപ്പോൾ അതങ്ങനെ റോൾ ചെയ്ത ശേഷം അല്ലെങ്കിൽ റാപ്പ് ചെയ്ത ശേഷം ടോസ്റ്ററിനകത്ത് നോക്കും കുറച്ച് നേരം ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവരെ പേപ്പറിൽ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് തരുവേ. ഞാൻ കഴിച്ചു നോക്കി. ഏകദേശം മറ്റേ ഐറ്റത്തിൻ്റെ ആദ്യം കഴിച്ച ആ റോളില്ലേ ഡ്രം ബൈറ്റ്സ് എന്ന് പറഞ്ഞത്, അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. കുറച്ചും കൂടി ഒരു ചീസിൻ്റെ ഫ്ലേവർ മറ്റേ ഫയർ ഗൺ റോളിൽ ലേശം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അത് മാത്രമാണ് ഒരു വ്യത്യാസം. പിന്നെ ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഈ ലോഡഡ് ഫ്രൈസാണ്. ഇവിടുത്തെ ലോഡഡ് ഫ്രൈസിന് ഭയങ്കര ഫാൻസാണ് പോലും. ഇതിൻ്റെ അടുത്തുള്ള കോളേജിൽ നിന്നെല്ലാം വരുന്ന ഗേൾസ് ഉണ്ടല്ലോ, അവരെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് പോലും ഇവിടുത്തെ ഈ ലോഡഡ് ഫ്രൈസ്. അന്നേരം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാനൊന്ന് കഴിച്ചു പോയി കളയാന്ന്. ഇതിനകത്തും ഇവർ യൂസ് ചെയ്യുന്നത് ഷവർമയുടെ ചിക്കൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് മയോണൈസും കെച്ചപ്പും പിന്നെ അവരൊരു സിഗ്നേച്ചർ സോസിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കുക ചിക്കൻ. പിന്നെ ഇത് കഴിക്കുമ്പോൾ കുടിക്കാനായിട്ടൊരു മൊയ്റ്റോയും പറഞ്ഞ് ഒരു വിത്തൗട്ട് ഷേക്കും പറഞ്ഞേ. പിന്നെ ഈ ലോഡഡ് ഫ്രൈസ് പെരി പെരി ലോഡഡ് ഫ്രൈസ് ആണ്. ഇതിൻ്റെ മേലെ കുറച്ച് ആലപ്പീനോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. മരത്തിൻ്റെ ആ ചെറിയ ഫോർക്ക് തൽക്കാലം സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആദ്യം ഞാൻ ഈ ലോഡഡ് ഫ്രൈസ് കൈകൊണ്ടാണ് കഴിച്ചു നോക്കിയത്. പിന്നെ ഫോർക്ക് കൊണ്ട് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് കേട്ടോ. ഭയങ്കര ഒരു എഡിക്റ്റീവ് ആവുന്ന ഒരു ടൈപ്പ് ഫ്ലേവർ ആയിരുന്നു അത്. പിന്നെ ഈ ചിക്കൻ വിങ്സും കഴിച്ചു, ഹോട്ട് സ്പൈസി വിങ്സ്. അതൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് മാംഗ്ലൂർ ബല്ലാൽബാഗ് ശ്രീദേവി കോളേജിന് അടുത്തുള്ള ഈ ബിഗ് ഫാറ്റ് റോളാണ്. പക്ഷെ മാംഗ്ലൂർ എത്തിയപാട് പോയത് അവിടെ ആയിരുന്നില്ല കേട്ടോ. കുറേ കാലമായിട്ട് പോകണം 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 എന്ന് വിചാരിക്കുന്ന ഈ സ്പോട്ടിലായിരുന്നു നേരെ പോയത്. ഇവിടെ പോയിട്ട് ആദ്യം അവിടെ നിന്ന് ഒരു ഇളനീരിൻ്റെ വെള്ളം കുടിച്ച്, എന്നിട്ട് പിന്നെ 3 ഐസ്ക്രീം ഓർഡർ ചെയ്തു. ഒന്ന് ടെൻഡർ കോക്കനട്ട് വിത്ത് ചക്ക, പിന്നെ ടെൻഡർ കോക്കനട്ട് വിത്ത് കരിച്ചക്ക, പിന്നെ വെറും ടെൻഡർ കോക്കനട്ട്. അതിലേറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ഇളനീർ അഥവാ ടെൻഡർ കോക്കനട്ട് പ്ലസ് ചക്കയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ആ ഒരു ഫ്ലേവർ കോമ്പിനേഷൻ. ചക്കേൻ്റെ എല്ലാം ഫ്ലേവർ ഓൺ പോയിൻ്റ് ആയിരുന്നു. പിന്നെ ഇളനീരിൻ്റെ ഐസ്ക്രീമും ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇവിടെ ഇളനീർ ഇങ്ങനെ കട്ട് ചെയ്യുന്നതെല്ലാം കാണാൻ ഭയങ്കര രസം. കണ്ട ഇങ്ങനെ ആ കാഴ്ച കണ്ട മെഷീനിലൂടെ ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടുന്ന് ഇളനീരിൻ്റെ വെള്ളം വെറും 10 റുപ്യക്ക് കിട്ടും ഒരു ബോട്ടിലിൽ. നമ്മളെ നാട്ടിലെല്ലാം 25 റുപ്യയെല്ലാം ചാർജ് ചെയ്യുന്നിടത്ത് ഇവിടെ 10 റുപ്യക്ക് കിട്ടും. പിന്നെ ഇവിടുന്ന് 2 ഇളനീരിൻ്റെ ഐസ്ക്രീമും കൂടെ ട്രൈ ചെയ്തിരുന്നു. ഒന്ന് ഇളനീർ വിത്ത് പൊരി പോലത്തെ വരുന്ന ആ സാധനം, പിന്നെ ഇളനീർ വിത്ത് ആപ്രിക്കോട്ട്. ഈ ആപ്രിക്കോട്ട് വിത്ത് ഇളനീരും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും എൻ്റെ ഫേവറേറ്റ് മറ്റേ ഇളനീർ വിത്ത് ചക്കി തന്നെയായിരുന്നു. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് ബോണ്ട ഫാക്ടറി എന്നാണ്. നാച്ചുറൽസിലേക്ക് ഇളനീർ ഐസ്ക്രീം പോകുന്നത് ഇവിടെ നിന്നാണ് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് മാംഗ്ലൂർ ബന്ദ്വാൾ അടയാർ വില്ലേജില്ലേ അവിടെയാണ്. ഗൂഗിൾ മാപ്പിലെല്ലാം ഉണ്ട് വളരെ വ്യക്തമായിട്ട് ലൊക്കേഷൻ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഞാൻ പോയത് ചോറും ഈ പൊരിച്ച മീനും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് 2 മീനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആഞ്ചൽ, പിന്നെ ഒരു അയിലയല്ല കറ്റ്ല പോലത്തെ ഒരു സാധനം ഓർഡർ ചെയ്തിന്. കറ്റ്ല പോലത്തെ ആ മീൻ തീരെ ചൂടുണ്ടായിട്ടില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. മറ്റേ ഫിഷ് ഉണ്ടല്ലോ നമ്മളെ ആഞ്ചൽ, ഇത് നമ്മളെ അക്കുറ, അത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു പൊടി കിട്ടും. എല്ലാ പൊരിച്ച മീനിൻ്റെ കൂടെ ഇവിടുന്ന് പൊടി കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഞാൻ പിന്നെ അധികം ആ പൊടി വാങ്ങിയിട്ടില്ല. എന്തായാലും വലിയ നല്ലതൊന്നും ആയിരിക്കില്ലല്ലോ.
പിന്നെ ഇവിടുത്തെ ചോറിൻ്റെ കൂടെ കിട്ടിയ മീൻകറിയിൽ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പ് കഴിച്ചപ്പോഴും മീൻ കറിക്കെല്ലാം അത്രേ ടേസ്റ്റ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സാമ്പാർ ഇപ്രാവശ്യം തീർന്നു പോയിന്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ബീട്രൂട്ടിൻ്റെ വറവുണ്ട്, കറി പോലത്തെ ഒരു വറവുണ്ട്, പിന്നെ അച്ചാറുണ്ട്. അങ്ങനെ അതെല്ലാം കൂട്ടി കഴിച്ചാൽ നേരിയ അരീൻ്റെ ചോറാണ് ഞാൻ വാങ്ങിച്ചത്. അയക്കൂറൊക്കെ അതായത് ആഞ്ചലിന് 390 രൂപയായിരുന്നു റേറ്റ്. മറ്റേതിന് 260 രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അങ്ങനെ അതെല്ലാം കൂട്ടി കഴിച്ച്. ഈ സ്പോട്ട് വരുന്നത് നമ്മളെ മംഗലാപുരത്തുള്ള ഹോട്ടൽ നാരായണ. വൈകുന്നേരം എന്നിട്ട് ചായ കുടിക്കാൻ പോയത് മംഗലാപുരം മല്ലിക്കട്ടിയുള്ള ഇതില്ലേ നമ്മളെ കദ്രി കഫേ, അവിടെയാണ്. കുറച്ച് കാലമായി ഞാൻ ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ തവണ മംഗലാപുരം വന്നപ്പോഴും കുറച്ച് പേര് ഈ സ്പോട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കയറിയിട്ട് ഇവിടുത്തെ ഗീ പൊടി ഇഡ്ഡലി ഓർഡർ ചെയ്തു. പിന്നെ മറ്റേ മാംഗ്ലൂർ ബണ്ണില്ലേ അതും പറഞ്ഞേ. ഈ പൊടി ഇഡ്ഡലി എന്നാടാ ടേസ്റ്റ് എന്ന് പറയാൻ, ഭയങ്കര സോഫ്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ടെക്സ്ചറെല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ. ആ ഇഡ്ഡലീൻ്റെ അകത്തല്ലോ, അതായത് ഉള്ളിലല്ലോ ഒരു മോയ്സ്ചർ ഉണ്ടായിരുന്നു. മീൻസ് അങ്ങനെ ഒരു ഡ്രൈ പോലെയേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു വായിലിങ്ങനെ വെക്കുന്ന സമയത്ത്. പിന്നെ ആ 2 ചട്നി അടിപൊളിയായിരുന്നു. സാമ്പാറും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ സാമ്പാറും തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയും എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ചാക്കിയിട്ടാണേ കഴിച്ചത്. ഓഫ്! ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പിന്നെ മാംഗ്ലൂർ ബന്ന് കഴിച്ച്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരൈറ്റാണ് ഈ മാംഗ്ലൂർ ബൺ. ഇത് ഞാൻ ആദ്യമായിട്ടാണേ കഴിക്കുന്നത്. ചെറുതായിട്ടൊരു സ്വീറ്റാണ് കേട്ടോ. അതായത് നമ്മളെ എന്താ പറയുക, ഉണ്ടക്കായല്ലേ, ഉണ്ടക്കായൻ്റെ എല്ലാം ടേസ്റ്റ് പോലെ തോന്നും. പക്ഷേ അതിനേക്കാൾ ഭയങ്കര സോഫ്റ്റായിട്ട്. അത് ആ ചട്നീൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് വേണം കഴിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു ഫ്ലേവർ കോമ്പിനേഷൻ കിട്ടുള്ളൂ. ഒരു മധുരവും ചെറിയൊരു എരിവും. അപ്പോൾ സ്പോട്ട് മാംഗ്ലൂർ മല്ലിക്കട്ടിയിലെ ഈ കദ്രി കഫേയാണ്. പിന്നെ അവിടുന്ന് വേറെ ഒന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ മംഗലാപുരത്തുനിന്ന്. അങ്ങനെ സന്ധ്യ കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് എന്നിട്ട് കാസർഗോഡ് ബേക്കലെത്തുമ്പോൾ ഒരു സ്പോട്ടിൽ നിർത്തിയേ. ഏറ്റവും കൂടുതൽ ഉപ്പിലിട്ട് കിട്ടുന്നൊരു സ്പോട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. ഭയങ്കര വൈബാണ്. അത് കഴിക്കാനായിട്ട് പല ഭാഗത്തുനിന്ന് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് വണ്ടി നിർത്തി ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട്. എത്രയാടാ ഐറ്റംസ് എന്നറിയാടാ ഉപ്പിലിട്ടെ. ഞാനൊന്നും ഇതുവരെ കാണാത്ത അത്ര ഐറ്റംസ് ഉണ്ട്. പല സാധനങ്ങളും ഉപ്പിലിട്ടിട്ടുണ്ട്. പിന്നെ കുറേ മസാലയെല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. എത്രയും ഐറ്റംസ് എന്നറിയാം. മാങ്ങ, പൈനാപ്പിള്, പിന്നെ ബത്തക്ക, കർമൂസ്, ഷമാമ്, പുളിയില നാരങ്ങ, നെല്ലിക്ക, എന്തെല്ലോ സാധനങ്ങൾ, കക്കിരി, ക്യാരറ്റ്, ഇതുവരെ കാണാത്ത കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് ഉപ്പിലിട്ടിട്ടും മസാല പെരക്കിയിട്ടെല്ലാം വെച്ചിട്ട്. അപ്പം കുറച്ച് ഐറ്റംസ് അവിടെ നിന്ന് കഴിച്ച് നോക്കിനെ. ഇവിടെ കുറേ ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണുമ്പോൾ കുറേ ഉപ്പിലിട്ടതും പിന്നെ മസാല വരട്ടിയതും അച്ചാറിൻ്റെ മസാലയും കുറേ വെറൈറ്റി മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ വായിന്ന് വെള്ളം ഊറ്റും കേട്ടോ. ഇങ്ങനെ ബെറി ബെരുവാന്നെല്ലാം പറയില്ലേ, ഏകദേശം അങ്ങനത്തെ ഒരു അവസ്ഥയാവും. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഗർഭിണികളൊന്നും ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്നതാവും കേട്ടോ കുറച്ചും കൂടി ഉചിതം. അവർക്കെല്ലാം ഇതിങ്ങനെ കണ്ടിട്ട് അവരെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കാസർഗോഡ് ബേക്കലിലുള്ള സീ പാർക്ക് എന്ന് പറഞ്ഞ ഈ സ്പോട്ടാണ്. ഗൂഗിൾ മാപ്പിലെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട്.